ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കല്ലുകയ്യാലെ സംബന്ധിച്ചുള്ള കാര്യമാണ്. തൊഴിലുറപ്പിലെ തൊഴിലാളി ഒരാൾ എത്ര കല്ലുകയ്യാല ചെയ്യണം എന്നുള്ളതിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്ലുകയ്യാലയുടെ അളവ് എത്രയാണ് ഒരാൾ ചെയ്യേണ്ടതെന്ന്. തൊഴിലാളിയായ ഒരു വ്യക്തി ഒരു ദിവസം 2.1 m² കല്ലുകയ്യാല ചെയ്താലാണ് 369 രൂപ നൽകാൻ സാധിക്കുക. അപ്പോൾ 2.1 m² എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളവും 2.1 മീറ്റർ നീളവുമാണെങ്കിലാണ് 2.1 m². 1 × 2.1 m² മൾട്ടിപ്ലൈ ചെയ്താൽ 2.1 m² കിട്ടും. എന്നാൽ 1 മീറ്റർ ഹൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ 2.1 m² എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നേരെ പകുതി, ഒന്നിന്റെ നേർ പകുതി ആണെങ്കിൽ 50 സെന്റിമീറ്റർ ഹൈറ്റുള്ള കല്ലുകയ്യാല ആണെങ്കിൽ അയാൾ 2.1 ഇരട്ടി 4.2 m² കല്ലുകയ്യാല ചെയ്യണം. ഇനി അതുമല്ല, നമുക്ക് പുതുതായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹൈറ്റ് എത്രയാണെന്ന് നോക്കിക്കുകയാണെങ്കിൽ ഹൈറ്റ് 60 അല്ലെങ്കിൽ 70 കിട്ടിക്കഴിഞ്ഞാൽ 0.7 ഉണ്ട്. 2.1 ഹരിക്കണം 0.7 ഹൈറ്റ് ആണെങ്കിൽ 0.7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നോ അത്രയും ലെങ്ത്തിൽ ഒരാൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണോ ഹൈറ്റ് ഒരു കല്ലുകയ്യാല ചെയ്യേണ്ടതിൻ്റെ അളവിൻ്റെ ഹൈറ്റ് കിട്ടുന്നത്, ആ ഹൈറ്റിനെ 2.1 m² കൊണ്ട് ഹരിക്കുക. അഥവാ 2.1 m² ഹരിക്കണം 80 സെന്റിമീറ്റർ ആണെങ്കിൽ 80 സെന്റിമീറ്റർ. ഇനി 55 സെന്റിമീറ്റർ ആണെങ്കിൽ 2.1 ഹരിക്കണം 0.55 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അതാണ് അവിടുത്തെ ലെങ്ത് എടുക്കേണ്ടത്. അതൊരാളുടെ ഒരു ദിവസത്തെ പണിയാണ്. ഇനി ഒരാൾക്ക് 68 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്യാനുള്ളത്. കല്ലുകയ്യാലയുടെ അളവ്, ആദ്യത്തെ കല്ലുകയ്യാല തൊട്ടടുത്ത് എങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ, ഇടിഞ്ഞ ഭാഗം കെട്ടണമെങ്കിൽ 68 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 2.1 ഹരിക്കണം 0.68 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലെങ്ത് കിട്ടുന്നോ അത്രയും ലെങ്ത് ഒരാളെ ഒരു ദിവസത്തെ പണിയാണ്. അത് പൂർണ്ണമായിട്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് 1 മീറ്റർ ഹൈറ്റിലാണ് കെട്ടണമെന്ന് പറയുമ്പോൾ 2.1 മീറ്റർ നീളത്തിലും 1 മീറ്റർ ഹൈറ്റിലും കിട്ടുമ്പോൾ 2.1 × 1 എന്ന് പറയുമ്പോൾ 2.1 m² തന്നെ കിട്ടും. നേരെ മറിച്ച് 50 സെന്റിമീറ്റർ ഹൈറ്റിലാണ് കെട്ടിപ്പോകുന്നത് എങ്കിൽ ഒരാൾ ഒരു 4.2 മീറ്റർ ലെങ്ത്തിൽ ഒരു ദിവസത്തെ കല്ലുകയ്യാല ചെയ്യണം. അപ്പോൾ കല്ലുകയ്യാല ചെയ്യാനുള്ള വർക്ക് അധിക മേറ്റുമാരും തൊഴിലാളികളും സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കല്ല് പെറുക്കിയെടുക്കണം, അത് കെട്ടണം, ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോവുകയും അതുപോലെ 2.1 m² ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റാതെ വരികയും കൂലി കുറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ നിങ്ങൾ 2.1 m² കല്ലുകയ്യാല ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ആദ്യം ഭൂ ഉടമയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരുക്കി തരിക. അഥവാ കല്ല് എടുത്തു വെച്ച സ്ഥലത്ത്, കാട്ടുകല്ലുകൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നോക്കിയിട്ട് കല്ലുകയ്യാല ചെയ്ത് എടുക്കേണ്ടതാണ്. കല്ലില്ലാത്ത സ്ഥലങ്ങളിൽ, കല്ല് പെറുക്കാനും പറ്റാത്ത സ്ഥലങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. 2.1 m² ഒന്നും ഒരാൾക്ക് എത്താൻ പറ്റില്ല. അതുമല്ല, ഒരാളാണ് കയ്യാലക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ 2.1 m² കിട്ടണം. 4 ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് 4 × 2.1 എത്ര വരുന്നോ അത്രയും കല്ലുകയ്യാല, 4 × 2.1 എന്ന് പറയുമ്പോൾ 8ഓളം m² ചെയ്യേണ്ടതായി വരും. അപ്പോൾ അത്രയും m² ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട്. പിന്നെ അതുമല്ല, കല്ലുകയ്യാലക്ക് കണ്ടമാന ആളുകൾ നിൽക്കുകയാണെങ്കിൽ അതിന് മെയ്റ്റുമാർ സെലക്റ്റീവായ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരെ കൊണ്ട് കല്ലുകയ്യാല ചെയ്യിക്കുകയും ഇതിനുള്ള പണികൾ എടുക്കാൻ പറ്റുന്ന തൊഴിലാളികളെ കൊണ്ട് കല്ല് പെറുക്കുകയും കല്ല് കുഴിച്ചെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയും കെട്ടാനുള്ള ആളുകളെ 1-2 ആളുകളെ എക്സ്പേർട്ട് ആയിട്ടുള്ള കെട്ടാനുള്ള അറിയുന്ന ആളുകളെ കെട്ടാനും ഏൽപ്പിച്ച് വളരെ കുറച്ച് മാത്രം തൊഴിലാളികളെ എടുത്തുകൊണ്ട് കല്ലുകയ്യാല ചെയ്ത് കഴിഞ്ഞ് അതിനുള്ള ഒരാൾ 2.1 m² വീതം കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റാക്കി നോക്കുകയും ഒന്നാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ 4 ദിവസം ആകുമ്പോഴേക്കും ആ പറയുന്ന രീതിയിലുള്ള m²കൾ കിട്ടിയിട്ടില്ലെങ്കിൽ 369 എന്നുള്ള കൂലി കുറയപ്പെടുക തന്നെ ചെയ്യും. അത് കറക്റ്റാക്കി നോക്കേണ്ട ആളുകൾ മെയ്റ്റുമാരാണ്. അവരത് ശ്രദ്ധിക്കുകയും രേഖാമൂലം എഴുതി കൊടുക്കുന്ന ഫോമുകളിൽ കറക്റ്റാക്കി എഴുതുകയും ഓരോ ദിവസവും ബാക്കി വരുന്ന ബാലൻസ് വരുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കല്ലുകയ്യാലയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ആദ്യമായിട്ടാണ് 2.1 m² ചെയ്യുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് വരുമ്പോൾ 2.1 × 1 എന്ന് മാത്രം ഫോമിൽ എഴുതാറാണ് സാധാരണ പതിവ്. ഇനി അതല്ലെങ്കിൽ 0.5 ആണെങ്കിൽ 4.2 ലെങ്ത്തിലും ചെയ്ത് 0.5ലുമാണ് ചെയ്യുന്നത് ഒരാൾ എന്നാണ് കാണിക്കാറുള്ളത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അവിടെ ഹൈറ്റ് എത്രയാണോ കിട്ടുന്നത് ആ ഹൈറ്റ് നോക്കുക, അത് 2.1 m² ഹരിച്ച് നോക്കുക. 2.1 ഹരിക്കണം 75 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള കല്ലുകയ്യാല ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ 2.1 ഹരിക്കണം 0.75 എന്ന് ചെയ്ത് നോക്കിയാൽ എത്ര മീറ്റർ കിട്ടുന്നോ അത്രയും മീറ്ററാണ് ഒരാൾ ചെയ്യേണ്ട അളവ്. ആ അളവുകൾ നോക്കി അങ്ങനെ ഓരോരോ സ്ഥലത്തിലുള്ള അളവുകൾ നോക്കുക. 2 പേർ തന്നെ കല്ലുകയ്യാലക്ക് എടുക്കുമ്പോൾ 0.75 ഹൈറ്റുള്ള സ്ഥലവും ഉണ്ടാവും, 60 സെന്റിമീറ്റർ ഹൈറ്റുള്ള സ്ഥലവും ഉണ്ടാവും, 30 സെന്റിമീറ്റർ ഹൈറ്റുള്ള സ്ഥലവും ഉണ്ടാവും. അങ്ങനെ
3-4 സ്ഥലത്തുള്ള ഹൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ഹൈറ്റ് ആക്കിയിട്ട് 3 സ്ഥലത്തെ പിന്നെ ഹൈറ്റ് കൂട്ടിയതിന് ശേഷം അതിനെ 3 കൊണ്ട് ഹരിച്ച് ആ കിട്ടുന്ന സംഖ്യ വെച്ച് അവിടെ വെച്ചതിന് ശേഷം 2.1 ഹരിക്കണം. ആ കിട്ടുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്ര ലെങ്ത് കിട്ടുന്നോ അത്രയും ലെങ്ത് ഒരാളുടെ ഒരു ദിവസത്തെ വർക്കിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ കല്ലുകയ്യാലയെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്.